അടുത്ത ഒരു മെഡിക്കൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗാസ്ട്രോ സർജറി OV സുധീർ സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഓഫ് ടുഡേയ്സ് ഡിസ്കഷൻ ഈസ് എബൌട്ട് ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കും കൂടെയാണ് അമിതവണ്ണം. സാർ, നമ്മൾ ഈ അമിതവണ്ണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് ഫാറ്റ് അടിഞ്ഞു കൂടുക, കൊഴുപ്പ് നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ട് അടിഞ്ഞു കൂടുന്ന ഒരു പ്രവണതയാണ് നമ്മൾ അമിതവണ്ണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഒരു ഹെൽത്തി ആയിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യ വ്യവസ്ഥകളൊക്കെ പൂർണ്ണമായ രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വെയിറ്റ് നോർമലായിട്ട് നിർത്തേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. ഈ ശരീരത്തിൽ കൂടുതൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുമ്പോൾ നമ്മുടെ ഏകദേശം എല്ലാ അവയവ വ്യവസ്ഥകൾക്കും അത് കുഴപ്പങ്ങളുണ്ടാക്കിയേക്കാം, പലതരത്തിലുള്ള അസുഖങ്ങൾക്കും അത് കാരണങ്ങളുണ്ടാക്കിയേക്കാം. അപ്പോൾ അമിതവണ്ണം നിയന്ത്രിക്കേണ്ടതും വളരെയധികം ആവശ്യമാണ്. സാർ, എപ്പോഴാണ് ഒരാൾക്ക് ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം ഉണ്ട് എന്ന് നമ്മൾ പറയുക? അതിനെന്തെങ്കിലും സൂചികകളുണ്ടോ? അമിതവണ്ണം ഉണ്ട്. ആക്ച്വലി WHO ഒരു വേറെ തന്നെ ഒരു ക്രൈറ്റീരിയ കൊണ്ടുവന്നിട്ടുണ്ട് എന്താണ് അമിതവണ്ണം എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇൻ ജനറൽ നമ്മളുടെ വേസ്റ്റ് സർക്കംഫറൻസ്, അബ്ഡോമിനൽ സർക്കംഫറൻസ്, വേസ്റ്റ് സർക്കംഫറൻസ് ആണുങ്ങൾക്ക് 90ൽ കൂടുതലാണെങ്കിൽ, അല്ല ലേഡീസിന് 80ൽ കൂടുതലാണെങ്കിൽ അവർക്ക് ഒബിസിറ്റി ഉണ്ടെന്ന് പറയാം. അല്ല ആണുങ്ങൾക്ക് വെയ്റ്റ് 100ൽ കൂടുതലാണെങ്കിൽ, 100 കിലോഗ്രാമിൽ കൂടുതലാണെങ്കിൽ, അല്ല ഫീമെയിൽസിന് 90ൽ കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ ഒബിസിറ്റി എന്ന് നമുക്ക് ജനറലി നമുക്കങ്ങനെ വിളിക്കാം. പക്ഷേ WHO പ്രകാരം നമ്മൾ BMI എന്ന് പറഞ്ഞ ഒരു ടൂൾ കൊണ്ടാണ് ഒബിസിറ്റി നമ്മൾ യൂഷ്വലി അളക്കുന്നത്. BMI കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വെയ്റ്റിനെ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആ യൂണിറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ BMI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. BMI യൂഷ്വലി നോർമലി 20യുടെയും 24.9ൻ്റെയും ഇടയിലാവണം. 25 അല്ല അതിന് മേലെയോ ആണെങ്കിൽ അവർ ഓവർ വെയ്റ്റ് എന്ന് പറയും. 25 to 29.9 അത് ഓവർ വെയ്റ്റാണ്. BMI 30യിൽ മേലെ വരികയാണെങ്കിൽ അത് ഒബിസിറ്റി എന്ന് പറയും. BMI 40യിൽ മേലെ പോവുകയാണെങ്കിൽ അതിനെ മോർബിഡ് ഒബിസിറ്റി എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഈ ടൂൾ കൊണ്ടാണ് യൂഷ്വലി നമ്മൾ ഒബിസിറ്റി അളക്കുന്നത്. യൂഷ്വലി നമ്മുടെ വേസ്റ്റ് സർക്കംഫറൻസ് ഇൻഡെക്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു 90ൽ കൂടുതലാണെങ്കിൽ ഒബിസിറ്റി എന്ന് പറയാം. സാർ, അപ്പോൾ ഈ ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം കൊണ്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതെ, ഈ കാണാനുള്ള ഈ ഒരു ഭംഗിക്കുറവിന് പുറമേ ഒബിസിറ്റിയെ കൊണ്ട് നമുക്ക് പല പ്രശ്നങ്ങളുമുണ്ട്. ഏകദേശം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഓർഗൻ സിസ്റ്റത്തിനെയും അത് എഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുക. നമുക്ക് ഡയബറ്റീസിനുള്ള ഒരു മേജർ കാരണം ഒബിസിറ്റിയാണ്. ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസിന് പുറമെ ഹൈപ്പർ ടെൻഷൻ, വേറെ ഒരു കാര്യം നമ്മുടെ ഹൈപ്പർ കൊളസ്ട്രോളീമിയ, ബ്ലഡിൽ കൊളസ്ട്രോൾ കൂടുക, അത് നമ്മുടെ ബ്ലഡ് വെസലിൽ അടിഞ്ഞു കൂടുക, അങ്ങനെ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത, സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത, കൈകാലിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറഞ്ഞിട്ട് ലിംബ് ലോസ്, കൈകാലുകൾ മുറിച്ച് മാറ്റേണ്ട അവസ്ഥ, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുക. പിന്നെ ഒബിസിറ്റി നമുക്ക് സ്ലീപ്പ് അപ്നിയ ഉണ്ടാക്കുന്നു. അതായത് നല്ല അമിതമായ കൂർക്കം വലി ഉണ്ടാവാം. അത് നമ്മുടെ ലങ്ങിനെയും ഹാർട്ടിനെയും അത് ബാധിക്കാം. അമിതവണ്ണം കൊണ്ടുണ്ടായേക്കുന്ന വേറെ പ്രോബ്ലമാണ് നമ്മുടെ ഫാറ്റ് ലിവറിൽ അടിഞ്ഞു കൂട്ടിയിട്ട്. ഇപ്പം ഫാറ്റി ലിവർ വളരെ കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഫാറ്റി ലിവർ. അതിനുള്ളൊരു മേജർ റീസൺ അമിതവണ്ണവും ഡയബറ്റീസുമാണ്. സോ അതുകൊണ്ട് ലിവറിൽ ഫാറ്റി ലിവർ ഉണ്ടാവുന്നു. അത് സിറോസിസ് ഉണ്ടായേക്കാം, ലിവറിൽ ക്യാൻസറിന് സാധ്യത ഉണ്ടാവാം, ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു മേജർ റീസൺ. ക്യാൻസർ, ഒബിസിറ്റി ഉള്ള ആൾക്കാർക്ക് ക്യാൻസറിൻ്റെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഏകദേശം ഒരു 40-50ഓളം അസുഖങ്ങൾ ഡയറക്റ്റായിട്ട് ഒബിസിറ്റിയെ കൊണ്ടുണ്ടാകുന്നതാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഒബീസിറ്റിയുടെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും സാർ? ഒബിസിറ്റി പ്രധാനപ്പെട്ട കാരണം രണ്ടെണ്ണമാണ്. ഒന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, അതായത് നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കുക, ലെസ് എനർജി എക്സ്പെൻഡിച്ചർ, കുറച്ച് ആക്ടിവിറ്റീസ്. സെഡൻറ്ററി ലൈഫും കൂടുതൽ ഭക്ഷണവും, കൂടുതൽ ഗ്ലൈസീമിക് ഇൻഡെക്സുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക. അപ്പോൾ കൂടുതൽ ഫാറ്റോ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ
നമ്മൾ അധികമുള്ള എനർജി നമ്മുടെ നമ്മുടെ ശരീരത്തിൽ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുന്നു. ലിവറിലോ സ്കിന്നിൻ്റെ അടിയിലോ അബ്ഡമിനകത്തോ ഒക്കെ തന്നെ സ്റ്റോർ ചെയ്യുന്നു. അതാണ് ഒബിസിറ്റിയുടെ പ്രധാന കാരണം. വേറൊരു കാര്യം, നമ്മൾ കൂടുതൽ അമിതമായിട്ട് ഇപ്പോൾ അധ്വാനിക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് എനർജി എക്സ്പെൻഡിച്ചറും കുറവാണ്. ഇതാണ് മെയിൻ റീസൺ. ചില ആൾക്കാർക്ക് വേണമെങ്കിൽ പറയാം, ചില ആൾക്കാർ കൂടുതൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അവർ തടിക്കുന്നില്ല, ചില ആൾക്കാർ കുറച്ച് കഴിച്ചാൽ മാത്രം അവർ തടിക്കും. പക്ഷെ അവർക്ക് വേണ്ടുന്നതിനെക്കാട്ടിയും കൂടുതൽ ആ എനർജി ഇൻടേക്ക് അവർക്കുണ്ട്. ഉദാഹരണത്തിന് അവരുടെ ഈ ബേസിൽ മെറ്റബോളിക് റേറ്റ് ഒക്കെ യൂഷ്വലി കുറവായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ കൂടുതൽ ഭക്ഷണം കുറച്ച് കൂടുതൽ കഴിക്കുമ്പോൾ തന്നെ അവർ ഒബിസിറ്റിയിലേക്ക് പോകുന്നു. ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒബിസിറ്റി ഉണ്ടാവാം, അതിനുള്ള സാധ്യതകൾ കുറവാണ്. കുഷിൻ സിൻഡ്രോം എന്ന് പറഞ്ഞുള്ള ചില അസുഖങ്ങൾ കൊണ്ട് ഒബിസിറ്റി ഉണ്ടാവാം. പക്ഷേ പ്രധാനമായും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച്, കൂടുതൽ ഭക്ഷണം കഴിക്കുക, കുറച്ച് ആക്ടിവിറ്റീസ്, ഇതാണ് ഒബിസിറ്റിക്ക് ഉണ്ടാകുന്ന പ്രധാന കാരണം. സർ, ഇന്ത്യയിൽ ഇത് എത്രത്തോളം റെലവൻ്റ് ആണ് ഇതിപ്പം? ഇന്ത്യയിൽ അത് വലിയ പ്രശ്നമാണ്. കാരണം ഇപ്പോൾ ഒബിസിറ്റിയുടെ ഇൻസിഡൻസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു 6 to 8% ആൾക്കാർ ഒബീസാണ്. വേണമെങ്കിൽ ഒരു 30%ഓളം ആൾക്കാർ ഓവർ വെയ്റ്റ് ആണെന്നും വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പം വെസ്റ്റേൺ വേൾഡിനെ വെച്ച് നോക്കുമ്പോൾ പുറമേയുള്ള കൺട്രീസിലൊക്കെ, ഇപ്പം അമേരിക്കയിലൊക്കെ അത് ഏകദേശം ഒബിസിറ്റിയുടെ അപ് ടു 30% ആൾക്കാർ ഒബീസാണ്. പക്ഷേ ഇന്ത്യയുടെ ഒരു പ്രത്യേകത, നമ്മൾക്ക് വെയിറ്റ് കുറച്ച് കൂടുമ്പോൾ തന്നെ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ അസുഖങ്ങൾ മുഴുവൻ ഉണ്ടായേക്കാം. നമ്മൾ കൂടുതൽ വെയിറ്റ് കൂടണം, കൂടിയ ഒബിസിറ്റി വേണം എന്നില്ല. നമ്മുടെ ജനറ്റിക് മേക്കപ്പ് അങ്ങനെയാണ്. നമ്മൾ കൂടുതൽ ഫാറ്റും അബ്ഡമിനിലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് കുറച്ചുകൂടി കൂടുമ്പോൾ തന്നെ നമുക്ക് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഹൈപ്പർ കൊളസ്ട്രോളീമിയും ഒക്കെ നമുക്കുണ്ടാകുന്നു. ഹാർട്ട് അറ്റാക്കിനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ WHO പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഒബിസിറ്റി ഇൻഡെക്സ്, അതായത് ഇന്ത്യൻസിന് മാത്രമല്ല ഏഷ്യൻ പോപ്പുലേഷന് പൊതുവേ ഒബിസിറ്റിയുടെ ഇൻഡെക്സ് തന്നെ അവർ മാറ്റമാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു 20 to 24.9 ആണ് നോർമൽ. പക്ഷേ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അത് 18 to 23.9 ആണ് നോർമൽ ബോഡി വെയ്റ്റ്. കുറവാണ്. കാരണം അവർ കുറച്ചൊരു വെയിറ്റ് കൂടുമ്പോൾ തന്നെ അവർക്ക് പല അസുഖങ്ങളും കാണപ്പെട്ടു തുടങ്ങുന്നു. ഒബിസിറ്റി 27.9 മേലെ ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഇന്ത്യയിൽ അത് ഒബിസിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ത്യക്കാരിൽ ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് കുറച്ച് കൂടുമ്പോൾ തന്നെ അവർക്ക് പല അസുഖങ്ങളുണ്ടാകുന്നു. സോ ഇന്ത്യ ഈസ് നൗ ദി ക്യാപിറ്റൽ ഓഫ് ഡയബറ്റീസ് മിലിറ്റസ് എന്ന് പറയും. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഡയബറ്റീസ് ഉണ്ടാകുന്നത്. അതിന് പ്രധാന കാരണം ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഓവർ വെയിറ്റ് ആൻഡ് ഒബിസിറ്റിയാണ്. സർ, നമുക്കിതെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ഇസ് ഇറ്റ് കൺട്രോളബിൾ? യെസ്, തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യേണ്ടതാണ്. ഒബിസിറ്റി കൺട്രോൾ ചെയ്യേണ്ടതാണ്. ഒബിസിറ്റിയെ പറ്റി ജനങ്ങളുടെ ഇടയിൽ നല്ല ഒരു അവയർനെസ് ഉണ്ടാക്കുക, അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഒബിസിറ്റിയും അതിനെ കൊണ്ടുണ്ടായേക്കാവുന്ന അപകടങ്ങളെക്കുറിച്ചും അവർ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഒബിസിറ്റി കൺട്രോൾ ചെയ്യുക, ലെസ് ഫുഡ് ഇൻടേക്ക് ആൻഡ് മോർ എക്സസൈസസ്, മോർ എനർജി എക്സ്പെൻഡിച്ചർ, ഇതായിരിക്കണം നമ്മൾ ഒബിസിറ്റി കൺട്രോൾ ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം. അതാണ് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ കാലറി ഇൻടേക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന സ്നാക്സ് കഴിക്കാതിരിക്കുക, ഫാസ്റ്റ് ഫുഡിൻ്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കുക, എല്ലാ ദിവസവും നമ്മൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടി പോവുക, ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും ജോഗിങ് പോവുക, ജിമ്മിലേക്ക് പോവുക. അങ്ങനെ നമ്മളുടെ ജീവിതചര്യ, ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ്ലി മാറ്റുക. അതാണ് പ്രധാനപ്പെട്ട കാര്യം ഒബിസിറ്റി കൺട്രോൾ ചെയ്യാൻ. അതായത് energy intake and energy output should be almost equal. If for obese persons, energy intake should be less than energy output. അങ്ങനെയാണെങ്കിൽ അവരുടെ ഫാറ്റ് ഒന്നുകൂടി ശരീരത്തിൽ ഫാറ്റ് മാറിയിട്ട് അവർ നോർമലാവും. നമുക്കിതിന് വാട്ട് ആർ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് വി ഹാവ് ഇൻ ദിസ്? യെസ്, ട്രീറ്റ്മെൻറ്റും ഉണ്ട്. ഇപ്പം ഒബിസിറ്റിയുടെ ട്രീറ്റ്മെൻറ്റ് എപ്പോഴും പുതിയ തരത്തിലുള്ള ചികിത്സകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ അടുത്തായിട്ട് ചില മെഡിക്കേഷൻസ് ഒബിസിറ്റിക്ക് വന്നിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു സാർ, ഈ മെഡിക്കേഷൻ ഇസ് ഇറ്റ് സേഫാണ്? ഈ ഉദാഹരണത്തിന് നമ്മൾ മോഞ്ചാരോ എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻസ് ഇപ്പോൾ റീസെൻ്റ്ലി മാർക്കറ്റിലേക്ക് ഇറങ്ങി. കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷേ എങ്കിലും ആഴ്ചക്കൊരു പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിറ്റൈറ്റ് നന്നായിട്ട് കുറയുന്നു. ആക്ച്വലി അതൊരു ആൻറ്റി ഡയബറ്റിക് ഡ്രഗാണ്, പക്ഷേ അതുകൊണ്ട് തന്നെ ഡയബറ്റീസ് കൺട്രോൾഡ് ആവുന്നു.
ചില ബോഡിയിലുള്ള ചില ഹോർമോൺസ് GLP GIP എന്നുള്ള ചില ഹോർമോൺസൊക്കെ ഉണ്ട്. അതൊക്കെ അതിൻ്റെയൊക്കെ അഗണിസ്റ്റാണിത്. അപ്പോൾ അതിൻ്റെ ആക്ഷൻ ഒന്നുകൂടി ഉത്തേജിപ്പിക്കുന്ന ഡ്രഗാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഷുഗറിൻ്റെ പ്രൊഡക്ഷൻസ് കുറയ്ക്കുന്നു. ആൻഡ് ഓൾസോ നമ്മുടെ ശരീരത്തിൽ ഫുഡ് അബ്സോർപ്ഷൻ കുറയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ കുറേ ആക്ഷൻസ് ഉണ്ട്. അതിൽ ഫുഡ് അബ്സോർബ് കുറയ്ക്കുന്നു. നമ്മുടെ ഭക്ഷണത്തോടുണ്ടാകുന്ന ആർത്തി അല്ലെങ്കിൽ നമ്മൾ ക്രേവിങ് നന്നായിട്ട് കുറയ്ക്കുന്നു. സറ്റൈറ്റി ഏർലി ആയിട്ട് ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വെയിറ്റ് കുറയുന്നു ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ. അതായത് അവരുടെ ഫുഡ് ഇൻടേക്ക് വളരെയധികം കുറയുന്നു. അതുകൊണ്ട് ഈ മൊഞ്ചാരോ എന്ന് പറഞ്ഞ ഡ്രഗ് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. വെയിറ്റ് റിഡക്ഷന് വളരെ നല്ലതാണ്. പക്ഷേ എക്സ്പെൻസീവാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം. നമ്മൾ എപ്പോഴെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വെയിറ്റ് വീണ്ടും തിരിച്ചു വരാനുള്ള. എത്ര നാളത്തേക്കായിരിക്കും സാർ ആ ഒരു ഡ്രഗിൻ്റെ? അത് ഏകദേശം അത് ലൈഫ് ലോങ് തന്നെ വേണ്ടി വരും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 3 മാസം 4 മാസം എടുക്കുമ്പോൾ വെയിറ്റ് കുറയും. പക്ഷേ നമ്മളെപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പഴയ വെയിറ്റിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ ഫുഡ് ഇൻടേക്കിൻ്റെയും എക്സസൈസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഭക്ഷണം ഡയറ്റ് കൺട്രോൾ ആണെങ്കിൽ നമ്മൾ കുറച്ച് കാലത്തേക്ക് വെയിറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷെ അവർ വീണ്ടും പഴയ ഭക്ഷണക്രമത്തിലേക്ക് തന്നെ പോകും. അവർ വീണ്ടും ഓവർ വെയിറ്റിലേക്ക് പോകാനുള്ള സാധ്യത. ബട്ട് ഇറ്റ്സ് എൻ എഫക്റ്റീവ് ഡ്രഗ്. ഇപ്പം പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മരുന്നാണ്. സാർ, അപ്പോൾ ഇസ് ദർ എനി സർജറി അല്ലെ ശസ്ത്രക്രിയ വഴി നമുക്ക് ഇത് വെയിറ്റ് റിഡക്ഷൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടോ? അതെ, ഇത് സസ്റ്റെയിൻഡ് ആയിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാവണമെങ്കിൽ, വെയിറ്റ് ലോസ് സിഗ്നിഫിക്കൻറ്റ് വെയിറ്റ് ലോസ്, അതും സസ്റ്റെയിൻഡ് ആയിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാവണമെങ്കിൽ അതിനുള്ള ഒരേ ഒരു മാർഗം സർജറിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. സർജറി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 2 തരത്തിലുള്ള സർജറീസ് ഉണ്ട്. ഒന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഫുഡ് ഇൻടേക്ക് കുറക്കാം, ലെസ് ഇൻടേക്ക്, റെസ്ട്രിക്റ്റീവ് ഓപ്പറേഷൻസ് എന്ന് പറയും. ഫുഡ് നമ്മൾ കുറച്ച് മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ ആ സർജറി കഴിഞ്ഞ്. രണ്ടാമത്തെ തരത്തിലുള്ള ഓപ്പറേഷൻ മാൽ അബ്സോർപ്റ്റീവ് എന്ന് പറയും. നമ്മൾ കുറച്ചേ കഴിക്കുള്ളൂ, കഴിച്ച ഭക്ഷണം തന്നെ മുഴുവൻ നമ്മൾ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുകയില്ല. ഈ 2 തരത്തിലുള്ള സർജറിയും സേഫാണ്. ലാപ്രോസ്കോപ്പിക് സർജറിയിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. കീ ഹോൾ ഓപ്പറേഷനാണ്. അപ്പോൾ ഹോസ്പിറ്റലിലാകെ 2-3 ദിവസങ്ങൾ മാത്രമേ വേണ്ടി വരുള്ളൂ. വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഓപ്പറേഷൻ എല്ലാവർക്കും അറിയുന്നത് നമ്മളുടെ സ്ലീവ് ഗാസ്ട്രക്ടമി എന്ന് പറഞ്ഞ ഓപ്പറേഷൻ. സ്റ്റൊമക്കിൻ്റെ സൈസ് നന്നായിട്ട് അങ്ങ് ചേർക്കുക, ഒരു 1/5 ആയിട്ട് സ്റ്റൊമക്കിൻ്റെ സൈസ് കുറയ്ക്കുക. അപ്പോൾ അതിനെ കൊണ്ട് കാരണം നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവിലും വളരെയധികം വ്യത്യാസം ഉണ്ടാകുന്നു. 1/5 ഓഫ് ഫുഡ് കഴിക്കുമ്പോഴേക്ക് തന്നെ നമ്മുടെ വയറ് നിറഞ്ഞു, നമുക്ക് വേറെ സറ്റൈറ്റി ഉണ്ടാകുന്നു. പിന്നെ നമ്മൾ ഭക്ഷണം ഒരു 3-4-5 മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രമേ വിശപ്പുണ്ടാവുള്ളൂ. അപ്പോൾ അപ്പോഴും നമ്മൾ കഴിക്കുന്നത് വളരെ കുറവായിരിക്കും. നമ്മുടെ ആപ്പിറ്റൈറ്റ് വളരെയധികം കുറയുന്നു. പല ഹോർമോണൽ ചേഞ്ചും അതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആപ്പിറ്റൈറ്റ് കുറയും, ഏർലി സറ്റൈറ്റി വരും, നമ്മൾ വെയിറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അത് സസ്റ്റെയിൻഡ് വെയിറ്റ് ലോസിനുള്ള ഒരു കാര്യമാണ് നമ്മൾ സ്ലീവ് ഗാസ്ട്രക്ടമി. വേറൊരു കാര്യം നമ്മൾ കേട്ട് കാണുക ബൈപ്പാസ് ഓപ്പറേഷൻ എന്ന് കാണും. അതാണ് മാൽ അബ്സോർപ്റ്റീവ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞത്. അതായത് കഴിച്ച ഭക്ഷണം തന്നെയും മുഴുവനായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാതിരിക്കുന്ന ഓപ്പറേഷൻ. രണ്ടും സേഫാണ്, രണ്ടും ഇഫക്റ്റീവായ ഓപ്പറേഷൻസാണ്. രണ്ടിനും അതിൻ്റെതായ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇൻ ജനറൽ ഈ സർജറിയൊക്കെ ചെയ്യാൻ വേണ്ടി 2 ദിവസം 3 ദിവസം മാത്രമേ ഹോസ്പിറ്റലൈസേഷൻ്റെ ആവശ്യമുള്ളൂ. അതിനുശേഷം വിത്തിൻ എ വീക്ക് ഓർ 2 ദേ ക്യാൻ ബി ബാക്ക് ടു ദെയർ നോർമൽ റുട്ടീൻ വർക്ക്. ഓക്കെ. ആൻഡ് അവരുടെ അധികമുള്ള വെയിറ്റിൻ്റെ ഏകദേശം ഒരു 70% നമ്മളുടെ ഈ സർജറി കൊണ്ട് കുറയും. സാർ, അപ്പോൾ ഈ സർജറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയുള്ളൊരു സംഗതിയാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ആക്ച്വലി എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഇൻ ദ ലോങ് ടേം ഓർ ദ ഷോർട്ട് ടേം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഈ ഒബിസിറ്റി സർജറി വളരെയധികം സേഫാണ് എന്ന് എത്രയോ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ലോകത്ത് വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഓപ്പറേഷനാണ്. ആക്ച്വലി നമ്മുടെ ഇവിടെ തന്നെ ഒരുപാട് സക്സസ്ഫുൾ സർജറീസ് ഉണ്ട്. ഞങ്ങളുടെ ഇവിടെ ഒരു 1000 മേലെ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനെ കൂടെ ഉണ്ടായിരിക്കുന്ന കോംപ്ലിക്കേഷൻസ് വളരെ കുറവാണ്. യൂഷ്വലി പറയുക ഒരു അപ്പൻഡിസെക്ടമി ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ഈവൻ നോർമൽ ഡെലിവറിയുടെ അത്രയും കോംപ്ലിക്കേഷൻസ് മാത്രമേ ഈ ഒബിസിറ്റി സർജറിക്കുള്ളൂ എന്ന് എത്രയോ പഠനങ്ങളിൽ കാണിച്ചിട്ടുണ്ട്. ദ ചാൻസ് ഓഫ് കോംപ്ലിക്കേഷൻസ് ആർ മച്ച് ലെസ്. പക്ഷേ അതിനെ കൊണ്ടുണ്ടായേക്കുന്ന ഇഫക്റ്റ് വളരെ കൂടുതലാണ് വെയിറ്റ് കുറയാനുള്ളത്. സർജിക്കൽ കോംപ്ലിക്കേഷൻസ് കുറവാണ്. പക്ഷേ ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അവരുടെ ഫുഡ് ഇൻടേക്ക് കുറവായതുകൊണ്ട് കുറേ ചില വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആൻഡ് കാൽഷ്യം ടാബ്ലറ്റ്സ് ഒരു 2-3 വർഷത്തേക്ക് അവർ എടുക്കണം. സപ്ലിമെൻ്റ് പോലെ കഴിക്കേണ്ട ആവശ്യം തീർച്ചയായിട്ടും. അതാണ് എൻ്റെ കാര്യം. സർ, ഈ ഒബീസിറ്റി എന്ന സർജറി കൊണ്ട് നമുക്ക് എത്രത്തോളം ഈ ഒരു ഒബീസിറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? അതെ, ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ അധികമുള്ള വെയിറ്റിൻ്റെ, അതായത് ഒരാൾക്ക് നോർമൽ വെയിറ്റ് 60 ആണെങ്കിൽ ഇഫ് ഹീ ഈസ് അറൗണ്ട് 120,
ദാറ്റ് മീൻസ് 60 kilograms ഓവർ വെയ്റ്റ്. അപ്പോൾ ഈ അധികമുള്ള വെയ്റ്റിൻ്റെ 70% ഈ സർജറി കൊണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ ഓവർ എ പീരീഡ് ഓഫ് 1 year ആണ് ഇത്രയും വെയിറ്റ് കുറയുക. പെട്ടെന്ന് കുറയില്ല, പതിയെ പതിയാണ് കുറയുക. ആദ്യത്തെ 1 മാസം 2 മാസം കൊണ്ട് തന്നെ ഏകദേശം ഒരു 10-20 കിലോ കുറഞ്ഞെന്ന് വരും. പക്ഷേ ഗ്രാജുവലി ആണത് ഒരു ഇഫക്റ്റീവ് വെയിറ്റ് ലോസ് അവർക്കുണ്ടാകുന്നത്. ഇല്ല, അവരൊന്നുകൂടി മോർ ആക്റ്റീവ്, അവരുടെ ഭക്ഷണം കുറഞ്ഞതുകൊണ്ടാണെങ്കിലും അവർ കൂടുതൽ ആക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. കാരണം അവരുടെ ശരീരത്തിൽ മുഴുവൻ തന്നെ ഫാറ്റ് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അത് മെറ്റബോളൈസ് ചെയ്തിട്ട് അവർ എനർജി ആയിട്ട് മാറുകയാണ്. സോ അവർ ഒന്നുകൂടി ആക്റ്റീവ് ആവുകയാണ് ചെയ്യുക, ഈവൻ ദോ അവരുടെ ഫുഡ് ഇൻടേക്ക് കുറവാണെങ്കിലും. പിന്നെ പെട്ടെന്ന് തന്നെ അവരുടെ ഡയബറ്റീസ് കംപ്ലീറ്റ്ലി മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. ഡയബറ്റീസ് നമുക്കറിയാം, ഡയബറ്റീസ് മാറ്റാനുള്ള മരുന്നുകൾ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഒബിസിറ്റി സർജറി കൊണ്ട് ഒബീസായ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഡയബറ്റീസ് പൂർണ്ണമായിട്ടും ക്യൂർ ചെയ്യാൻ പറ്റുന്നു. ഏകദേശം ഒരു 78-80% ആൾക്കാർക്ക് ഡയബറ്റീസ് പൂർണ്ണമായിട്ട് മാറും. ഒരു 90% ആൾക്കാർക്ക് ഇത് അതിൻ്റെ ഡ്രഗിൻ്റെ ഡോസേജ് വളരെയധികം കുറയ്ക്കാൻ പറ്റും ഈ ഒബിസിറ്റി സർജറി കൊണ്ട്. അതേപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത, സ്ലീപ്പ് അപ്നിയ, ഫാറ്റി ലിവർ ഫൈബ്രോസിസ്, ഇതൊക്കെ തന്നെയും റിവേഴ്സ് ചെയ്യാനോ കംപ്ലീറ്റ്ലി മാറാനോ ഈ ഒബിസിറ്റി സർജറി കൊണ്ട് പറ്റും. അതാണ് അതിനെ കൊണ്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ, വളരെ സേഫായ സർജറിയാണ്. സർജറി ചെയ്തതിനെ കൊണ്ട് ഒബിസിറ്റിനെ കൊണ്ടുണ്ടായേക്കാവുന്ന എല്ലാ അസുഖങ്ങളും തന്നെയും നമുക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. സാർ, ഇപ്പോൾ ഈ ലൈപ്പോസക്ഷൻ കൊണ്ട് ഒബീസിറ്റി കുറയ്ക്കാൻ, പക്ഷേ ആക്ച്വലി അതൊരു മിസ്കൺസെപ്ഷൻ അല്ലേ? ലൈപ്പോസക്ഷൻ കൊണ്ട് നമുക്കൊരു ഒബീസിറ്റി കുറയ്ക്കാൻ പറ്റുമോ? ലൈപ്പോസക്ഷൻ ഞങ്ങളൊരു ഒബിസിറ്റി മെഷറായിട്ട് എടുത്തിട്ടില്ല, അല്ല. ലൈപ്പോസക്ഷൻ ആക്ച്വലി ഒരു ബ്യൂട്ടിഫിക്കേഷൻ സർജറിയാണ്. അപ്പം അതായത് നമ്മൾ കാലിൽ കുറേയധികം ഫാറ്റ് കൂടുക, അല്ല അബ്ഡോമിനൽ വാളിൽ സ്കിന്നിൻ്റെ അടിയിൽ കുറേ കൊഴുപ്പുണ്ടെങ്കിൽ അത് മാത്രം കുത്തിയെടുക്കുന്ന അതാണ് ഈ ലൈപ്പോസക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒബിസിറ്റി അങ്ങനെയല്ല. ഒബിസിറ്റി വയറിനകത്തുള്ളതും ഞാൻ നേരത്തെ പറഞ്ഞ ലിവറിലുള്ള ഫാറ്റും നമ്മുടെ ഇൻറ്റസ്റ്റൈന് ചുറ്റുമുള്ള ഫാറ്റും അങ്ങനെ ബോഡിയിൽ ഒട്ടാകെയുള്ള വെയിറ്റ് ഫുള്ളായിട്ട് കുറയ്ക്കുന്ന ഒരു സർജറി ആണ് ഈ ഒബിസിറ്റി സർജറി. ലൈപ്പോസക്ഷൻ ഏതെങ്കിലും ഒരു ഏരിയയിലുള്ള ഫാറ്റ് മാത്രം എടുത്ത് കളയുന്നതാണ്. അതൊരു മെയിൻലി അതൊരു ബ്യൂട്ടിഫിക്കേഷൻ, ഒരു കോസ്മെറ്റിക് സർജറിയാണ്. ഈ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ഒപ്പം ആവശ്യമുണ്ട്. സോ നമ്മുടെ ആ പഴയ ഒരു എക്സസൈസ് അല്ലെങ്കിൽ ജിമ്മിലോട്ടൊക്കെ നമുക്ക് എത്ര നാൾ കഴിഞ്ഞിട്ടായിരിക്കും യു ക്യാൻ റിവേർട്ട് ബാക്ക് ആഫ്റ്റർ എ സർജിക്കൽ പ്രൊസീജിയർ? വിത്തിൻ എ വീക്ക്, ഒരാഴ്ച കൊണ്ട് തന്നെ അവരുടെ യൂഷ്വൽ ജോഗിങ്ങോ നടത്തോ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. വിത്തിൻ എ മന്ത് ദേ വിൽ ബി വെരി ആക്റ്റീവ്. ദേ കൻ ഡു ഓൾ സോർട്സ് ഓഫ് എല്ലാ എക്സസൈസും അവർ ചെയ്യണം. കൂടുതൽ എക്സസൈസ് ചെയ്യുന്നത് വളരെ ആവശ്യമാണ് ഒബിസിറ്റി സർജറി കഴിഞ്ഞതിന് ശേഷം. കാരണം ഒബിസിറ്റി കഴിഞ്ഞ് ഞാൻ പറഞ്ഞു 70% ഓവർ വെയ്റ്റ് അവിടെ മാറും. അത് മസിൽ മാസും കുറയാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫാറ്റ് മാത്രമാണ് കുറയേണ്ടത്. അപ്പോൾ മസിൽ നമ്മൾ ബിൽഡ് ചെയ്യണം. അതുകൊണ്ട് ഒബിസിറ്റി സർജറി ചെയ്ത ആൾക്കാർ ഒന്ന് എക്സസൈസ് ചെയ്യുന്നത് വളരെ ആവശ്യമാണ്. കാരണം അവർ മസിൽ മാസ് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അവർ ഫുഡ് കഴിക്കുന്നത് എല്ലാ ഭക്ഷണവും കഴിക്കാം ഒബിസിറ്റി സർജറി കഴിഞ്ഞതിന് ശേഷം. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാ ഭക്ഷണവും കഴിക്കാം. അതിൽ കൂടുതൽ പ്രോട്ടീൻ ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കാം. കാരണം മസിലിന് വേണ്ട പ്രോട്ടീൻ, കറക്റ്റ്, എക്സാക്ട്ലി. അവർക്ക് വേണ്ടത്ര ഫാറ്റും എനർജിയും അവർ ബോഡിയിൽ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൂടുതലും വേണ്ടത് പ്രോട്ടീനാണ്. അപ്പോൾ പ്രോട്ടീനീഷ്യസ് ഫുഡ് കൂടുതൽ കഴിക്കാൻ വേണ്ടി ഒന്നും കൂടി ശ്രദ്ധിക്കണം. സോ നമ്മൾ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ കൂടെ സമയം ചെലവഴിച്ച സുധീർ സാറിന് ഒരു സ്പെഷ്യൽ താങ്ക് യു. ആൻഡ് വി വൈൻഡ് അപ്പ് ദിസ് ഷോ ഫോർ ദ ടൈം. സീ യു നെക്സ്റ്റ് ടൈം.